ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. പാലും കപ്പലണ്ടിയും വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് കപ്പലണ്ടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത കപ്പലണ്ടിയാണ്. പിന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണവും പ്രത്യേക ഒരു ടേസ്റ്റും ഒക്കെയാണ് ഇതിന്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇത് അരച്ചെടുത്ത മിക്സിൻ്റെ പരുവം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇപ്പോൾ ദാ നല്ല കട്ടിയായിട്ടാണ് അരഞ്ഞു കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല മിനുസമായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് തൊട്ട് കാണിച്ചു തരാം. നല്ല നൈസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ഇതാ ഇവിടെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു അരിപ്പിൽ 1/4 ഭാഗത്തോളം ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിരിക്കുമ്പോൾ നമ്മളെ പലഹാരം കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതുപോലെ അരിച്ചിട്ട് കുറച്ചെങ്കിലും തരിയുള്ള ആ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ബാക്കിയുള്ള മിക്സ് വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള പാലാണ്, പശുവിൻ പാലാണ്. അപ്പോൾ ആകെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 2.5 കപ്പ് പാലാണ് ടോട്ടൽ ഇതുവരെ എടുത്തിട്ടുള്ളത്. ഇനി ഈ പാല് ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു 1/4 കപ്പോളം പാൽപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു പാൽപ്പൊടി കട്ടയാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നെയ്യിൽ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. ഇനി നമ്മുടെ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള കപ്പലണ്ടി മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടി ശർക്കര ഉരുക്കിയതാണ്. 200 ഗ്രാം ശർക്കര 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് വെള്ളം വെച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരും. അങ്ങനെ തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്ക് കൈവിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിതിലേക്ക് ഈ ഒരു പരുവായപ്പം 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കൈവിടാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നെയ്യുമായിട്ട് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു എന്നാകുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും കൈവിടാം. ഓരോ ഘട്ടം അനുസരിച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറി തിരിഞ്ഞും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാ നല്ലപോലെ ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കൊന്നുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഈ ഒരു പരുവത്തിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഇനി ഇതിലേക്ക് 2 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഘട്ടമായിട്ട് ഞാനിതിലേക്ക് 50 ഗ്രാമോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഹൽവയൊക്കെ തയ്യാറാക്കുന്ന അതേപോലെയാണ് ഞാനിപ്പോൾ ഇവിടെ കപ്പലണ്ടി കൊണ്ട് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു പാനിൽ തന്നെ ഇത് വെച്ചിരിക്കരുത്. ചൂടോടെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ്. ഞാനിവിടെ ബോൾസ് ടൈപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിൽ നെയ്യ് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സ്പാച്ച് കൊണ്ട് ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മുടെ കൈയുടെ ഉൾഭാഗത്ത് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ കൈയുടെ ഉൾഭാഗത്ത് സ്പൂൺ കൊണ്ട് കോരി ഇതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. സ്പൂൺ കൊണ്ട് കോരി കഴിച്ചാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ കോരി കഴിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ബോൾസ് ആക്കിയിട്ടെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത്.
ഇതുപോലെ എല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.